നമ്മൾ പുറത്തുവിട്ട ഈ വാർത്ത നേരത്തെ തന്നെ നമ്മൾ ചർച്ച ചെയ്ത വാർത്തയുടെ ഒരു തുടർച്ച കൂടിയാണ്. ഏതെങ്കിലും തരത്തിൽ അത്യാഹിതം ആശുപത്രികളിൽ സംഭവിക്കുമ്പോൾ ആ ഡോക്ടറെ പഴി പറഞ്ഞ് തൽക്കാലം രക്ഷപ്പെടുന്ന ഒരു സംവിധാനമുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് മെഡിക്കൽ കോളേജുകൾക്ക് സംഭവിക്കുന്നത് എന്ന് ആഴത്തിൽ പരിശോധിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 12 മെഡിക്കൽ കോളേജുകൾക്ക് വേണ്ടത് 6 മെഡിക്കൽ കോളേജുകൾക്ക് പ്രവർത്തിക്കാനുള്ള സ്റ്റാഫുകൾ മാത്രമാണ് എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരമല്ലേ സാനിയോ? അങ്ങനെ തന്നെയാണ്. അതായത് സംസ്ഥാനത്തെ 12 മെഡിക്കൽ കോളേജുകളുടെ എണ്ണം ഇങ്ങനെ കൂട്ടിയതുകൊണ്ട് മാത്രം കാര്യമില്ല. അവിടുത്തെ സ്റ്റാഫ് സ്ട്രെങ്ത് കൂടി കൂട്ടണം എന്നത് കൃത്യമായി പറയുകയാണ്. അവിടുത്തെ ജീവനക്കാർ തന്നെയാണ് നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. കൂടാതെ കണക്കുകൾ സഹിതമാണ് നമ്മൾ ഈ വാർത്തകൾ പുറത്തു കൊണ്ടുവരുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 4500 നഴ്സുമാരുടെ ആവശ്യമാണ് ഉള്ളത്. അതായത് വെന്റിലേറ്ററിൽ ഒരു രോഗിക്ക് ഒരു നഴ്സ്, വാർഡിൽ 4 രോഗിക്ക് ഒരു നഴ്സ് എന്നീ കണക്ക് വെച്ച് നോക്കുമ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഓരോ ദിവസവും IPI മാത്രം 2200 ആളുകൾ എത്തുന്നു. OPയിൽ അതിലും കൂടുതൽ ആളുകൾ എത്തുന്നു. അങ്ങനെ നോക്കുമ്പോൾ 4500 നഴ്സുമാരുടെ സേവനമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാത്രം വേണ്ടത്. പക്ഷേ അവിടെ ഇപ്പോൾ 700 നഴ്സുമാരുടെ സേവനം മാത്രമേ കിട്ടുന്നുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. അതിൽ തന്നെ HDSന്റെ നഴ്സ്, അതായത് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നഴ്സ് കൂടി ഉൾപ്പെടുന്നത് കൊണ്ടാണ് 700 നഴ്സുമാർ വരുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല ഡോക്ടർമാരുടെ എണ്ണത്തിലും കാര്യമായ കുറവുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഒരു ഡോക്ടർ ഒരു ദിവസം 20-ന് മേലൊക്കെ ശസ്ത്രക്രിയ ചെയ്യേണ്ടി വരുന്നു എന്ന ഏറ്റവും ഗൗരവതരമായ കാര്യമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സംഭവിക്കുന്നത്. ഇന്ത്യൻ പബ്ലിക് സ്റ്റാൻഡേർഡ് ഹെൽത്ത് പ്രകാരം ഒരു ഡോക്ടർ ഒരു ദിവസം നോക്കേണ്ടത് വെറും 40 രോഗികളെ മാത്രമാണ് എന്നതാണ്. പക്ഷേ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അത് 100ഉം 200ഉം ഒക്കെ കവിഞ്ഞു പോവുകയാണ്. കാരണം OPയിൽ മാത്രം ദിവസവും ആയിരക്കണക്കിന് രോഗികൾ വരുന്നു എന്ന യാഥാർത്ഥ്യമാണ് നമുക്ക് കാണാനാകുന്നത്. കൂടാതെ മെഡിക്കൽ കോളേജുകളിലെ സ്റ്റാഫ് പാറ്റേണിലും മാറ്റമില്ല. കാരണം സൂപ്പർ സ്പെഷ്യാലിറ്റികൾ, പുതിയ കാഷ്വാലിറ്റികൾ, ഇതൊക്കെ പുതിയ സംവിധാനങ്ങൾ മെഡിക്കൽ കോളേജിൽ ഉണ്ടാകുമ്പോഴും മെഡിക്കൽ കോളേജിൽ നിലവിലുള്ള നഴ്സുമാരെ തന്നെയാണ് വീണ്ടും ഈ സംവിധാനത്തിലേക്കൊക്കെ മാറ്റുന്നത്. പുതിയ തസ്തികകൾ സൃഷ്ടിച്ച് പുതിയ സംവിധാനം കൊണ്ടുവരികയാണ് വേണ്ടത് എന്ന് പറയുമ്പോഴും തസ്തിക സൃഷ്ടിക്കുന്നതിനൊന്നും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് 216 കോടി രൂപ ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മാത്രമായി സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പിൽ നിന്ന് കിട്ടാനുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് നേരിടുന്ന പ്രശ്നം. എന്നാൽ മെഡിക്കൽ കോളേജുകൾ മൊത്തത്തിൽ നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത് റഫറൽ സംവിധാനത്തിന്റെ ഒരു പ്രശ്നമാണ്. അതായത് താലൂക്ക് തലം തൊട്ട് പ്രൈമറി ഹെൽത്ത് സെന്റർ തൊട്ട് യാതൊരു മാനദണ്ഡവും ഇല്ലാതെ രോഗികളെ നേരിട്ട് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുന്നത് വലിയ തരത്തിലുള്ള പ്രയാസം സൃഷ്ടിക്കുന്നു. DHSന് കീഴിൽ 6000-ഓളം. ശരി, നമുക്കതിന് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്തരം വീഴ്ചകൾ സംസ്ഥാന സർക്കാർ, ആരോഗ്യവകുപ്പ് എന്തുകൊണ്ടാണ് പരിഹരിക്കാത്തതെന്നാണ് പ്രധാനപ്പെട്ട പ്രശ്നം.